ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L485 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L485 പ്രിൻ്റർ ഡ്രൈവർ എന്ന് അല്ലെങ്കിൽ പ്രിൻ്റർ സ്കാനർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. കണ്ടില്ലേ, epson.co.in പറഞ്ഞ ഈ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സ്കാനറിൻ്റെ ഡ്രൈവറാണ്. പക്ഷേ ആദ്യം പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ താഴെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറേ വിൻഡോസ് വെർഷൻസ് എല്ലാം കാണിക്കുന്നതാണ്. ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളുടെ വെർഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇതിലുണ്ടാവും ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, വിൻഡോസ് 10 64 ബിറ്റിൻ്റെ നേരെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ വിൻഡോസ് വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അത് റീലോഡ് ആയി കഴിഞ്ഞാൽ താഴെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് 2-3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ സ്കാനർ ഡ്രൈവറും പ്രിൻ്റർ ഡ്രൈവറാണ്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ മസ്റ്റായിട്ടും പ്രിൻ്റർ ഡ്രൈവർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ ഇത് ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ സ്കാനർ ഡ്രൈവറിൻ്റെ നേരെ ഡൗൺലോഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇവിടെ താഴെ ഡൗൺലോഡിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആകും. അവിടെ ജസ്റ്റ് പോയി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ഓപ്പണായി എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. യെസ്, ഇതാണ് ഇൻസ്റ്റാളേഷൻ ഫയൽ. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പം ആ ഫയൽ ഇൻസ്റ്റാളിങ് ആവുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മൾ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പ്രോസസ്സ്, അതായത് ഈ സ്കാനർ ഡ്രൈവർ അല്ലെങ്കിൽ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് എപ്സൺ സ്കാൻ 2 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ എപ്സൻ്റെ ഫോൾഡർ ഉണ്ടാവും. ജസ്റ്റ് താഴോട്ട് വരിക. താഴെ യെസ്, എപ്സൻ്റെ ഫോൾഡർ വന്നിട്ടുണ്ട്. അതിലുണ്ടാവും എപ്സൺ സ്കാൻ 2 എന്ന ആപ്ലിക്കേഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിങ്ങനെ ഓപ്പൺ ആവാതെ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടാവും. ഇതാണ് നോർമലി ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ കുറക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളുമായി റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. പ്രിവ്യൂ കൊടുത്തപ്പോൾ നമ്മൾ വെച്ച
ഡോക്യുമെൻ്റ് ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. യെസ്, കണ്ടില്ല, ഞാൻ വെച്ച ഡോക്യുമെൻ്റാണത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ആ ഫയൽ സേവ് ആവുന്നതാണ്. അപ്പോൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.